അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വലാഖിബത്തുലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ ഖത്തമിൽ അംബിയാ വൽ മുർസലീൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ മാനവർക്ക് മാർഗദീപം എന്നുള്ള തലവാചകത്തോടു കൂടി MSM റമദാൻ ക്യാമ്പയിന് തുടക്കമാവുകയാണ്. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള പഠനം ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഈ ഒരു മാസത്തിൽ ഖുർആൻ വിജ്ഞാന പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ 2 സൂറത്തുകളാണ് സീനിയർ വിഭാഗമായ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. സൂറത്തു മുഅ്മിൻ അതല്ലെങ്കിൽ ഗാഫിർ എന്നുള്ള സൂറത്തും 41-ാമത്തെ അധ്യായമായ സൂറത്തു ഫുസ്സിലത്തും. ഇൻഷാ അല്ലാഹ് അതിലേക്ക് ചില സൂചനകൾ മാത്രമാണ് നൽകുന്നത്. കൂടുതൽ പഠനത്തിനു വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക, കൂടുതൽ പഠിക്കുക. ആദ്യം ഞാൻ അതിലെ 9 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാനതൊന്ന് പാരായണം ചെയ്യുന്നു. കൂടെ ഒന്ന് പാരായണം ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير ما يجادل في آيات الله إلا الذين كفروا فلا يغررك تقلبهم في البلاد كذبت قبلهم قوم نوح والأحزاب من بعدهم وهمت كل أمة برسولهم ليأخذوه وجادلوا بالباطل ليدحضوا به الحق فأخذتهم فكيف كان عقاب وكذلك حقت كلمة ربك على الذين كفروا أنهم أصحاب النار الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم. ഈ അദ്ധ്യായത്തിൽ ആകെ 85 ആയത്തുകളാണ് ഉള്ളത്. ക്രമനമ്പർ അനുസരിച്ച് 40-ാമത്തെ അധ്യായമാണ്. അതുപോലെ തന്നെ മക്കയിൽ അവതരിച്ചതാണ്. ഈ 3 പോയിന്റുകൾ പ്രത്യേകം നോട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, സൂറത്തു മുഅ്മിൻ എന്നാണ് ഇതിൻ്റെ പേര്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് മറ്റൊരു പേര് കൂടി സൂറത്തു ഗാഫിർ എന്ന ഒരു പേര് കൂടി ഈ സൂറത്തിനുണ്ട്. 3-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുമ്പോൾ ഗാഫിറു ദംബ് അല്ലെങ്കിൽ ഗാഫിലി ദംബ് എന്ന് ഖുർആൻ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പാപം പൊറുക്കുന്നവൻ എന്നുള്ള ആ ഭാഗം ഉപയോഗപ്പെടുത്തിയിട്ടാണ്
ഈ സൂറത്തിന് സൂറ ഗാഫിർ എന്നുള്ള ഒരു പേര് നൽകിയിട്ടുള്ളത്. അതിലെ ഒന്നാമത്തെ ആയത്ത് തന്നെ നമുക്കറിയാം, ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഹുറൂഫുൽ മുഖത്തഅ എന്നുള്ള പേരിലുള്ള ചില പ്രത്യേകം അക്ഷരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആയത്തുകൾ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും അങ്ങനെയാണ് അള്ളാഹു ആരംഭിച്ചിട്ടുള്ളത്. ഹമീം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിനാൽ തന്നെ അതിൽ നമുക്കൊന്നും പഠിക്കേണ്ടതില്ല. രണ്ടാമത്തെ ആയത്ത് തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം എന്നാണ്. തൻസീലുൽ കിതാബ്, ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നാണ്, അൽ അസീസിൽ അലീം, പ്രതാപശാലിയായ അതുപോലെ തന്നെ സർവജ്ഞനായിട്ടുള്ള അള്ളാഹുവിൽ നിന്നാകുന്നു ഈ ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹുവിൽ നിന്നാകുന്നു, പ്രതാപശാലിയായ സർവജ്ഞനായിട്ടുള്ള അള്ളാഹുവിൽ നിന്നാകുന്നു ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹുവിൻ്റെ ചില ഗുണഗണങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ പറയപ്പെടുന്നത് ഗാഫിരി ദംബി, ഒന്നാമത്തെ പ്രത്യേകത അതാണ്. പാപം പൊറുക്കുന്നവനാണ് അള്ളാഹു. ഈ പദം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഗാഫിറു ദംബ്, അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു വിശദീകരിച്ചത് അങ്ങനെയാണ്, പാപം പൊറുക്കുന്നവനാണ്. മറ്റൊന്ന് വ കാബിലി തൗബ്, പശ്ചാത്താപത്തെ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു. മൂന്നാമത്തേത് ഷദീദിൽ ഇഖാബ്, കഠിനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു. മറ്റൊന്ന് ദി തൗല്, ദി തൗല് എന്ന് പറഞ്ഞാൽ യോഗ്യതയുള്ളവനാണ്, അതല്ലെങ്കിൽ ഔദാര്യമുള്ളവനാണ് എന്നുള്ള നിലക്കാണ് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്നത്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹു പറയുന്നത് ലാ ഇലാഹ, ഒരു ഇലാഹും തന്നെ ഇല്ല, ഇല്ലാഹുവ, അവനല്ലാതെ, ഇലൈഹിൽ മസീർ, അവൻ്റെ അടുക്കലേക്കാണ് മടക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എല്ലാ ആളുകളും തിരിച്ചെത്തപ്പെടുന്നത് എന്നുള്ളതാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. ആ ഇറക്കപ്പെട്ട ഖുർആനിന്, ആ റബ്ബിന് അത്രമേൽ മഹത്വമുള്ളത് കൊണ്ട് ആ ഖുർആൻ, ഇറക്കപ്പെട്ട ഖുർആനിനും അത്രമേൽ മഹത്വം ഉണ്ടായിരിക്കും. ഏറെ പൊറുക്കുന്നവനായ, എത്രമേൽ തെറ്റുകുറ്റങ്ങളുമായി പാപത്തിൻ്റെ ഭാണ്ഡം പേറിക്കൊണ്ട് കടന്നു ചെല്ലുന്നവന് പോലും പുറത്തു കൊടുക്കുന്ന റബ്ബ്, ആ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥം എന്നുള്ള നിലക്ക് തന്നെ അതിന് ഏറെ പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്തു വെക്കേണ്ട, അല്ലെങ്കിൽ എഴുതി വെക്കേണ്ട ഒരു പദം ദി തൗല് എന്നുള്ളത്. ദി തൗല് എന്നുള്ളതിന് നമുക്കറിയാം, തൗല് എന്ന് പറഞ്ഞാൽ പ്രത്യേകം അമാനി മൗലവിയുടെ തഫ്സീറിൽ അദ്ദേഹം യോഗ്യതയുള്ളവൻ എന്നുള്ള ഒരർത്ഥം അതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് തൗല് എന്നുള്ള പദം അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ശ്രേഷ്ഠതയെ സൂചിപ്പിക്കാൻ വേണ്ടി ആ പദം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഔദാര്യം, കഴിവ്, സമ്പത്ത്, മികവ്, ഈ രൂപത്തിലൊക്കെ ആ പദം വിശാലമാണ്, അതിൻ്റെ അർത്ഥതലങ്ങൾ വിശാലമായി കിടക്കുന്നതാണ്. ആ നിലക്ക് അള്ളാഹു എല്ലാം കൊണ്ടും, ഔദാര്യം കൊണ്ടാവട്ടെ, കഴിവ് കൊണ്ടാവട്ടെ, സമ്പത്ത് കൊണ്ടാവട്ടെ, മികവ് കൊണ്ടാവട്ടെ, എല്ലാത്തിലും അള്ളാഹു യോഗ്യതയുള്ളവനാണ്, കഴിവുറ്റവനാണ് എന്നുള്ള നിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അഥവാ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, സൽക്കർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം കൈനിറയെ നൽകുകയും പാപികളായിട്ടുള്ള ആളുകൾക്ക് ഉദാരമായി മാപ്പ് നൽകുന്നവനുമാണ് അള്ളാഹു. ഇത് രണ്ടുമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇത് തൗല് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കതിലൂടെ മനസ്സിലാക്കുന്നത്. ഇനി നാലാമത്തെ ആയത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മാ യുജാദിലു ഫി ആയാത്തില്ലാഹി ഇല്ലല്ലദീന കഫറു, അള്ളാഹു കൃത്യമായി വിശദീകരിക്കുന്ന ഒരു കാര്യം, കുതർക്കികളായി ജീവിക്കുന്ന, തർക്കത്തിന് വേണ്ടി, വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി മാത്രമായി ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ തർക്കം നടത്തുകയില്ല. മാ യുജാദിലു ഫി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ, അല്ലെങ്കിൽ അള്ളാഹു പ്രത്യേകമായി ലക്ഷ്യമായി അയച്ചു തന്ന സന്ദേശങ്ങളിൽ, ആ സന്ദേശങ്ങളിൽ ഒരിക്കലും
തർക്കം നടത്തുകയില്ല, അല്ലെങ്കിൽ വാദപ്രതിവാദത്തിന് ഒരുങ്ങുകയില്ല. ആരല്ലാതെ? ഇല്ലല്ലദീന കഫറു, അവിശ്വാസികളല്ലാതെ, സത്യനിഷേധികളല്ലാതെ. അഥവാ സത്യനിഷേധികളെ കൊണ്ട് മാത്രമേ അത്തരം പ്രവർത്തനങ്ങളിൽ മുഴുകാൻ സാധിക്കുള്ളൂ. അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് ഇറക്കി തരപ്പെട്ടിട്ടുള്ള സത്യസന്ദേശങ്ങൾ അത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയ മനുഷ്യ മനസ്സിനെ പിടിച്ചടക്കാൻ പറ്റുന്നതാണ്. അതിൽ തർക്കങ്ങൾ നടത്തി സ്വയച്ഛകൾക്ക് വേണ്ടി, സ്വയം താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ കൊണ്ടുപോകുന്ന ചില ആളുകൾ, ദുസ്വഭാവത്തിൻ്റെ, വൃത്തിഹീനമായ സ്വഭാവത്തിൻ്റെ ചില ആളുകളുണ്ട്. അത്തരക്കാരിൽ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് ഫലാ യഗ്റുർക തഖല്ലുബുഹും ഫിൽ ബിലാദ്. പ്രവാചകനോട് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ്. ഫലാ യഗ്റുർക, പ്രവാചകരെ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, താങ്കളെ വഞ്ചിക്കാതിരിക്കട്ടെ, തഖല്ലുബുഹും, അവരുടെ തിരിഞ്ഞുമറിഞ്ഞുള്ള നടത്തം, അതല്ലെങ്കിൽ സ്വൈരവിഹാരം, ഭൂമിയിലൂടെ സ്വതാല്പര്യങ്ങൾക്കനുസരിച്ച് താന്തോന്നികളായി, തോന്നിവാസികളായി ജീവിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനത്തിനൊക്കെ താല്പര്യമുണ്ടാകും. എന്നാൽ അവർക്ക് അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒന്നിനു പുറകെ, നമ്മൾക്കൊക്കെ പലപ്പോഴും അനുഭവം ഉണ്ടല്ലോ, സത്യനിഷേധികളായി ജീവിക്കുന്ന, താന്തോന്നികളായി ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിടെ വാരി കോരി നൽകുന്നുണ്ട്. എന്നാൽ അള്ളാഹു അവരെ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ടതില്ല. അത്തരം ആളുകൾ സ്വൈരവിഹാരത്തോടുകൂടി ജീവിക്കുമ്പോൾ അതാണ് നല്ലത്, അങ്ങനെയുള്ള ജീവിതമാണ് ഞങ്ങൾക്ക് ഏറ്റവും അനുഗുണമായിട്ടുള്ളത് എന്ന് പ്രവാചകരെ താങ്കൾക്ക് തോന്നിപ്പോകരുത് എന്നുള്ള നിലക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. അവർ നാട്ടിലൂടെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ള നിലക്കാണ്. ഇനി 5-ാമത്തെ ആയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുന്നത്. കദ്ദബത് ഖബ്ലഹും, ഇത് അവർ മാത്രമല്ല, പ്രവാചകരെ താങ്കളുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുശ്രിക്കുകളായ കാഫിറുകളായിട്ടുള്ള ആളുകൾ മാത്രമല്ല ഇങ്ങനെ, കദ്ദബത് ഖബ്ലഹും, അവർക്ക് മുമ്പുള്ള ആളുകളും ഇങ്ങനെ കളവാക്കി വ്യാജമാക്കി ജീവിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? ഖൗമു നൂഹൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാണ്. ഒന്ന് ഖൗമു നൂഹ്, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം, നൂഹിൻ്റെ ജനത, അവരും ഇപ്രകാരം കളവാക്കി വ്യാജമാക്കി ജീവിച്ച ആളുകളാണ്. ഇനി അതുമാത്രമല്ല, വൽ അഹ്സാബി മിൻ ബഅദിഹിം, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ശേഷം കടന്നു വന്ന ഒരുപാട് സമൂഹങ്ങൾ. വൽ അഹ്സാബ്, ഹിസ്ബ്, അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികൾ. ഇവിടെ എന്താണ് അഹ്സാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു നോക്കുമ്പോൾ സൂറത്തു സ്വാദിലും അതുപോലെ തന്നെ മറ്റു പല സൂറത്തുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അവിടെ ഉദ്ദേശിക്കുന്നത് ആദ്, സമൂദ് ഗോത്രങ്ങളെ, അതുപോലെ തന്നെ ഫിരൗനിൻ്റെ ആളുകളെ, ഇവരൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. ഇവരൊക്കെയും തന്നെ പ്രവാചകന്മാർ കടന്നു വരുമ്പോൾ അതിനെ കളവാക്കി സ്വതാല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ച ആളുകളാണ്. എന്നിട്ട് അവർ വിചാരിച്ച ഒരു ദുർവിചാരത്തെക്കുറിച്ചും അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതാണ് പിന്നീട് പറയുന്നത്. വഹമ്മത്ത്, അവർ വിചാരിച്ചു, അതല്ലെങ്കിൽ അവരുദ്യമിക്കുകയും ചെയ്തു. എന്താണ് അവരുടെ ഉദ്യമം? അവരുടെ വിചാരം എന്താണ്? കുല്ലു ഉമ്മത്തിൻ, ഈ പറയുന്ന ആളുകളൊക്കെയും തന്നെ ഇങ്ങനെ വിചാരിച്ചു എന്നാണ്. ബി റസൂലിഹിം ലിയഖുദു, അവരുടെ അടുക്കലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരെ പിടിച്ചു വെക്കാനും അതുപോലെ തന്നെ അവരെ തടഞ്ഞു വെക്കാനും അവരുടെ ആശയങ്ങൾക്ക് കരുനീൾ വീഴ്ത്താനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് ഇവർ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതുമാത്രമല്ല, വജാദലൂ ബിൽ ബാത്തിലി ലിയുദ്ഹിദൂ ബിഹിൽ ഹഖ ഫഅഖദതുഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വജാദലൂ ബിൽ ബാത്തിൽ, അവർ ബാത്തിൽ കൊണ്ട്, നിരർത്ഥകമായ, ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അസത്യത്തിൻ്റെ വാചകങ്ങളുമായിട്ട് പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. എന്നിട്ട് അവർ ഉദ്ദേശിക്കുന്ന എന്താ? ലിയുദ്ഹിദൂ ബിഹിൽ ഹഖ, യഥാർത്ഥമായി കടന്നു വന്ന, സത്യമായി കടന്നു വന്ന ആശയങ്ങളെ നീക്കുവാനാണ്. ലിയുദ്ഹിദൂ, ആ പദത്തെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ലിയുദ്ഹിദൂ, അതിനെ നീക്കുവാൻ അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫഅഖദതുഹും, ഇതിങ്ങനെ തുടർന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അവരെ നാം പിടിച്ചു. അങ്ങനെ നാം അവരൊരു പിടുത്തം പിടിച്ചു. എന്നിട്ട് അള്ളാഹു തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ഫകൈഫ കാന ഇഖാബ് എന്നാണ്. അപ്പോൾ
നമ്മുടെ ശിക്ഷാ നടപടികൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇഖാബ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ഇഖാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷാ നടപടി സ്വീകരിക്കുക, അല്ലെങ്കിൽ പ്രതികാര നടപടി സ്വീകരിക്കുക, പ്രതികാര ശിക്ഷ നൽകുക എന്നൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത രൂപത്തിൽ പഠിച്ചു വെച്ചതുപോലെ സമൂദ് ഗോത്രത്തെയും ആദ് ഗോത്രത്തെയും അതുപോലെ തന്നെ ഫിർഔനിൻ്റെ ആളുകളെയുമൊക്കെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നടങ്കം പിടിക്കുകയായിരുന്നു എന്നുള്ളത് ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ തന്നെ മറ്റു പല ആയത്തുകളിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകം നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ആയാത്തുകളെ നിഷേധിച്ച ആളുകൾക്ക് വ്യത്യസ്തമായ ശിക്ഷകൾ നൽകും, ഇനിയും അതുണ്ടാവും. പ്രവാചകൻ്റെ സമൂഹത്തിനും ഒരു താക്കീതായിട്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് വകദാലിക, അപ്രകാരം തന്നെയാണ്, ഹഖത് കലിമതു റബ്ബിക അലല്ലദീന കഫറു, ഹഖത് കലിമതു റബ്ബിക അലല്ലദീന കഫറു, സത്യനിഷേധികളായിട്ടുള്ള ആളുകളുടെ മേൽ നിന്റെ റബ്ബിൻ്റെ, നിന്റെ രക്ഷിതാവിൻ്റെ വാക്കുകൾ ഹഖത്ത്, അത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ വാക്ക് എന്താണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം പറയുന്നുണ്ട്. പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ കലിമത്ത് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ് എന്ന ചോദ്യത്തിന് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. അന്നഹും അസ്ഹാബുന്നാർ എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ വാചകം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അവർ നരകത്തിൻ്റെ ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ്. അതാണ് അള്ളാഹുവിൻ്റെ വാക്ക് യാഥാർത്ഥ്യമായി പുലർന്നു എന്ന് പറഞ്ഞാൽ അവർ നരകത്തിൻ്റെ കത്തിയെരിയുന്ന ഇന്ധനങ്ങളായി മാറുമെന്നുള്ളത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അത് പറഞ്ഞതിന് ശേഷം പിന്നീട് ഇത്തരം സത്യവിശ്വാസികളുടെ ചില ഗുണഗണങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം 7-ാമത്തെ ആയത്ത് മുതൽ സ്വർഗീയവാസികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേകം ചില ഓഫറുകളെ കുറിച്ചാണ് പിന്നീട് പഠിപ്പിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അള്ളാഹുവിൻ്റെ അർശ് വഹിക്കുന്ന, രാജകീയ സിംഹാസനം വഹിക്കുന്ന ചില പ്രത്യേകമായിട്ടുള്ള ആളുകളുണ്ട്. അവർ അല്ലദീന യഹ്മിലൂന, അവർ വഹിക്കുന്നവരാണ് അൽ അർശ, അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്നവരാണ്. വമൻ ഹൗലഹു, അവർക്ക് ചുറ്റുപാടിലുമുള്ള പലരുമുണ്ട്. അർശിനെ വഹിക്കുന്നവരുമുണ്ട്, ചുറ്റിലുമുള്ള പലരുമുണ്ട്. ഇത് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന മലക്കുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഹാക്കയിൽ പഠിപ്പിക്കുന്നത് വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ എന്നാണ്. അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന 8 കൂട്ടം മലക്കുകൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന 8 മലക്കുകൾ അല്ലെങ്കിൽ 8 കൂട്ടം മലക്കുകൾ എന്നുള്ള നിലക്കാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ മലക്കുകളെല്ലാം തന്നെ അവർ ചെയ്യുന്ന ചില പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടുശേഷം പറയുന്നത്. കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു വിശ്വാസിനി എന്നുള്ള നിലക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മലക്കുകളുമായി ബന്ധപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും ഇടപെടാൻ അള്ളാഹു അവർക്ക് അവസരം നൽകുന്നുണ്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം എന്നാണ്. ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന മലക്കുകൾ ചെയ്യുന്നത് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിൻ്റെ സ്തുതി കീർത്തനങ്ങൾ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സ്തോത്ര കീർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മലക്കുകൾ. ഇതാണ് ഒന്നാമത്തവരുടെ പ്രത്യേകത. രണ്ടാമത്തേത് വയുമിനൂന ബിഹി, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ഒന്ന് സ്തുതി കീർത്തനങ്ങൾ നടത്തുന്നവരാണ്, രണ്ടാമത്തേത് ആ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ്. മൂന്നാമത്തേത് വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നതാണ്, പാപമോചന തേട്ടം നടത്തും. നമുക്ക് വേണ്ടി പാപം പുറത്തു തരാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ഇനി അതുമാത്രമല്ല, നാലാമത്തേത് അവർ പറയുന്നത് റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമ, അള്ളാഹുവിനെ അവർ പുകഴ്ത്തുകയാണ്. പ്രാർത്ഥനയുടെ സമയത്ത് നമ്മളൊക്കെയും ചെയ്യേണ്ട ഒരു കാര്യമാണത്. പ്രാർത്ഥന ചെയ്യുമ്പോൾ റബ്ബിനെ പുകഴ്ത്തുക, റബ്ബിനെ എല്ലാത്തിനേക്കാളും ഉന്നതനാക്കുക,
അവിടെ അവർ പറയുന്നത് റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വസിഅത, നീ വിശാലമാക്കിയിട്ടുണ്ട്, കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവിനും നീ വിശാലമാക്കിയിട്ടുണ്ട്, റഹ്മത്തൻ വ ഇൽമ, നിന്റെ റഹ്മത്തിനാലും നിന്റെ കാരുണ്യത്താലും, വ ഇൽമ, നിന്റെ അറിവിനാലും അല്ലെങ്കിൽ ജ്ഞാനത്താലും നീ വിശാലമാക്കിയിട്ടുണ്ട്. ഈ ലോകത്ത് ജീവിച്ച് മരിക്കുന്ന ഓരോ വസ്തുവിനും അല്ലെങ്കിൽ ഇവിടെയുള്ള റബ്ബ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഓരോ വസ്തുവിനും, ഓരോ ജന്തുജാലങ്ങൾക്കും അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമായി കിടക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവർ വീണ്ടും പ്രാർത്ഥിക്കുന്നു, ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം എന്നാണ്. ഫഗ്ഫിർ, പടച്ചോനെ നീ അവർക്ക് പുറത്തു കൊടുക്കണം. ആർക്ക്? ലില്ലദീന താബൂ, തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് നിന്നിലേക്ക് മടങ്ങുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം. വത്തബഉ സബീലക, അവർ നിന്റെ മാർഗത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ച ആളുകളാണ്. വഖിഹിം, നീ അവരെ കാക്കുകയും ചെയ്യണം, നീ അവരെ രക്ഷപ്പെടുത്തണം. എന്തിൽ നിന്ന്? അദാബൽ ജഹീം, ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന്. നോക്കൂ നിങ്ങൾ, നമുക്കൊക്കെ വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. തൗബ ചെയ്തു മടങ്ങുന്ന, അതുപോലെ തന്നെ വിശ്വാസികളായി ഒരിക്കലും വിശ്വാസത്തിൽ കളങ്കം ചേർക്കാതെ വിടുവാഴ്ത്തങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളുകൾക്കല്ല, അല്ലെങ്കിൽ തോന്നിവാസികളായി ജീവിക്കുന്ന ആളുകൾക്കല്ല, അള്ളാഹുവിൻ്റെ ദീനിനെ കൃത്യമായി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ് ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അത് മാത്രമല്ല, തുടർന്നും അവർ പ്രാർത്ഥിക്കണം, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വ അദ്ഖിൽഹും, അവരെ നീ പ്രവേശിപ്പിക്കണം, ജന്നാത്തി ആദിനിൻ, സ്ഥിരവാസത്തിൻ്റെ കേന്ദ്രമായ സ്വർഗത്തിൽ, സ്വർഗങ്ങളിൽ, ജന്നാത്തി ആദിൻ എന്നാണ്, സ്ഥിരവാസത്തിൻ്റെ കേന്ദ്രമായ സ്വർഗങ്ങളിൽ നീ അവരെ പ്രവേശിപ്പിക്കണം. എന്താണ് അതിൻ്റെ പ്രത്യേകത? അല്ലത്തി വഅത്തഹും, നീ അവർക്ക് വാഗ്ദാനം ചെയ്തതായ, നീ സത്യവിശ്വാസികൾക്ക് നൽകാമെന്ന് പറഞ്ഞതായ സ്വർഗം നീ അവർക്ക് നൽകണമേ, അല്ലെങ്കിൽ നീ അവരവിടെ പ്രവേശിപ്പിക്കണമേ. അവരെ മാത്രമല്ല, വമൻ സ്വലഹ മിൻ ആബാഇഹിം, വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ പിതാക്കന്മാരിൽ നിന്ന് നന്നായി തീർന്നവരായ, അവർ മാത്രമല്ല അവരുടെ പിതാക്കന്മാരിൽ നിന്ന് നല്ല രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയ ആളുകൾക്കും നീ നൽകണമേ. അതിൽ മാത്രം ഒതുക്കുന്നില്ല, വ അസ്വാജിഹിം, അവരുടെ ഇണകൾക്കും, വ ദുര്രിയാത്തിഹിം, അവരുടെ മക്കൾക്കും, എല്ലാവർക്കും നീ നിന്റെ സ്വർഗത്തെ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം ഇന്നക, തീർച്ചയായും നീ, അൻതൽ അസീസുൽ ഹക്കീം, നീ പ്രതാപശാലിയാണ്, അതുപോലെ തന്നെ ഹക്കീമാണ്, എല്ലാത്തിനും ജ്ഞാനമുള്ള, അതുപോലെ തന്നെ അഗാധജ്ഞനായിട്ടുള്ള ഒരാളാണ് പടച്ചവനെ നീ. അതുകൊണ്ട് സ്വർഗത്തിൽ നീ അവർക്ക് നൽകണം, ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെയും നീ നൽകണമേ എന്നുള്ള പ്രാർത്ഥന അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. തുടർന്നും അവർ പ്രാർത്ഥിക്കുന്നു, വഖിഹിമുസ്സയ്യിആത്ത്, തിന്മകളെ തൊട്ട് നീ അവരെ കാക്കുകയും ചെയ്യണമേ. വഖിഹിമു, അവരെ നീ കാക്കണം, അസ്സയ്യിആത്തി, തിന്മകളെ തൊട്ട് നീ അവരെ കാക്കണം. എന്നിട്ട് പിന്നെ അള്ളാഹുവിനെ കുറിച്ച് അവർ പറയുന്നത്, വമൻ തഖിസ്സയ്യിആതു യൗമഇദിൻ ഫഖദ് റഹിംത, അള്ളാഹുവെ നീ എങ്ങാനും കാക്കുകയാണെങ്കിൽ, വമൻ തഖി, നീ എങ്ങാനും കാക്കുകയാണെങ്കിൽ, എന്തിനെ? അസ്സയ്യിആത്തി, തിന്മകളെ തൊട്ട്, യൗമഇദിൻ, അന്നേ ദിവസം, അഥവാ ഖിയാമത്ത് നാളിൽ, പരലോകത്ത് വെച്ച് നീ എങ്ങാനും കാക്കുകയാണെങ്കിൽ, തിന്മകളെ തൊട്ട് നീ അവരെ കാക്കുകയാണെങ്കിൽ, ഫഖദ് റഹിംത, നീ അവർക്ക് കാരുണ്യം ചെയ്തു, നീ അവരോട് കരുണ ചെയ്തവനായി മാറും. വദാലിക ഹുവൽ ഫൗസുൽ അലീം, അതത്രേ അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയം. ഫൗസ് എന്ന് പറഞ്ഞാൽ ഭാഗ്യം, വിജയം, നേട്ടം എന്നുള്ളതൊക്കെയാണ്. മഹത്വരമായ വിജയം അത് തന്നെയാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ മലായിക്കത്തുകൾ സൂറത്തു ഷൂറയിലെ 5-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് പോലെ, വൽ മലായിക്കത്തു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിൻ്റെ സ്തുതി കീർത്തനങ്ങൾ നടത്തി അള്ളാഹുവിനെ സ്തോത്രകീർത്തനം നടത്തും. ബിഹംദി റബ്ബിഹിം, അവരുടെ റബ്ബിനെ അവർ തസ്ബീഹ് നടത്തും, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം
പിന്നീട് അള്ളാഹു പറയുന്നത് വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദി എന്നാണ്. ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി അവർ ഇസ്തിഗ്ഫാർ നടത്തുമെന്നുള്ളതാണ്. ഇത് മലക്കുകളുടെ ഒരു പ്രത്യേകതയാണ്. അഥവാ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ഒരു സാന്നിധ്യം, നമ്മളെ തൊട്ട് അദൃശ്യരായി മറ്റൊരു ലോകത്ത് അദൃശ്യ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുടെ ചില സാന്നിധ്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സ്ഥലങ്ങളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ചില സന്ദർഭങ്ങളുണ്ട്. അമാനി മൗലവി റഹ്മഹുല്ല ചില ഹദീസുകൾ അവിടെ പ്രത്യേകിച്ച് എടുത്തു കൊടുക്കുന്നുണ്ട്. ആദ്യം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾ നല്ല രൂപത്തിൽ വുളൂ ചെയ്തു, അങ്ങനെ മറ്റു സംസാരങ്ങളൊന്നും നടത്താതെ പള്ളിയിലേക്ക് അവൻ നടന്നു പോകുമ്പോൾ മറ്റു താല്പര്യങ്ങളൊന്നുമില്ല എങ്കിൽ ഓരോ കാലടിക്കും അവന് പ്രത്യേകം പ്രതിഫലങ്ങൾ അവനുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വുളൂ ചെയ്തുകൊണ്ട് ആ വുളൂ ഒരിക്കലും നഷ്ടപ്പെടാതെ നമസ്കാര സ്ഥലത്തായിരിക്കുന്ന അത്രയും സമയം മലക്കുകൾ അവരുടെ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം അതാണ്, അഥവാ വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തേത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ്, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഓരോ മനുഷ്യരുടെ അടുക്കലും ദിവസവും 2 മലക്കുകൾ വരും, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുംഫിഖൻ ഖലഫ, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അല്ലാഹുവേ നൽകുന്നവന് നീ കൂടുതലായി നൽകണമേ, അവന് വീണ്ടും വീണ്ടും പകരമായി നീ നൽകിക്കൊണ്ടിരിക്കണം, എന്നാൽ പിടിച്ചു വെക്കുന്നവന് അവനെ തൊട്ട് നീ നഷ്ടം നൽകണമേ, അവന് നഷ്ടം മാത്രം അല്ലെങ്കിൽ തുലയൽ മാത്രം നൽകി നീ അവനെ പരീക്ഷിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെയും മലക്കുകളുടെ പ്രാർത്ഥന നമുക്കവിടെ കാണാൻ പറ്റും. ഇനി മറ്റൊന്ന്, ഒരു സുഹൃത്തിനു വേണ്ടി, ഇവിടെ ഇല്ലാത്ത ഒരു സുഹൃത്തിന് അവൻ്റെ അഭാവത്തിൽ നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത്തരം സന്ദർഭത്തിൽ എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടിയും പറയും, പ്രാർത്ഥിക്കുമെന്നാണ്. നീ എന്താണോ പ്രാർത്ഥിച്ചത് അത് ഉണ്ടാവട്ടെ, അത് നേടിയെടുക്കട്ടെ, ആമീൻ വലക ബിമിസിൽ, അല്ലെങ്കിൽ വലക്കൽ മിസിൽ, നിനക്കും ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ. ഒന്നവർ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനക്ക് ആമീൻ പറയുകയും വലക്കൽ മിസിൽ, നിനക്കും ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊന്നിപ്പോൾ നമ്മൾ ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുമ്പോൾ ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ പറയാറുണ്ട്. ആമീൻ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളത് ഉറക്കെ പറയണം, കാരണം മലക്കുകളും നിങ്ങളുടെ കൂടെ ആമീൻ എന്ന് പറയും എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇനി മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റു ചില ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ പ്രത്യേകമായി പറഞ്ഞു തരുന്നൊരു കാര്യം, നിങ്ങളിൽ ഒരാൾക്കും തന്നെ ജിന്നുകളിൽ നിന്നുള്ള അഥവാ പിശാചുക്കളായിട്ടുള്ള ആളുകളുടെ ഒരു തുണയുണ്ടാകും, അതുപോലെ മലക്കുകളിൽ നിന്നുള്ള ഒരു തുണയും ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. പിശാചുക്കളുടെ തുണ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനായിട്ട് ഉണ്ടാകും, ഒരു കരീൻ ഉണ്ടാകുമെന്നാണ്. ആ കരീനിൻ്റെ പ്രത്യേകത നമ്മളെ ചീത്തതിലേക്ക്, തോന്നിവാസ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് വർഗത്തിൽപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇനി അതുമാത്രമല്ല, മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ ഒരു മലക്കും ഉണ്ടാകുമെന്നുള്ളതാണ്. അഥവാ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന, നന്മയിലേക്ക് പ്രചോദിപ്പിക്കുന്ന ഒരു മലക്കും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ വിശദീകരിക്കുമ്പോൾ അമാനി മൗലവി റഹ്മഹുല്ല ഷാ വലിയുല്ലാ ദഹ്ലവിയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിലെ ചില വാചകങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മളൊന്ന് വായിക്കുക. ഒരുപാട് ആശയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, വമൻ സ്വലഹ മിൻ ആബാഇഹിം എന്നുള്ളതിനെയും അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോൾ നമുക്ക്, നമ്മുടെ കുടുംബത്തിന്, കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടി, നമ്മുടെ മക്കൾക്ക്, ഇണകൾക്കൊക്കെ വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും നമുക്കവിടെ കാണാൻ പറ്റും. അത് കൃത്യമായി ജീവിതത്തിൽ പകർത്താനും പുലർത്താനും സൂറത്ത് തൂറിലെ 21-ാമത്തെ ആയത്ത്, അതൊക്കെ നമ്മൾ പരമാവധി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൂടുതൽ
പഠനത്തിനു വേണ്ടി സമയത്തെ കണ്ടെത്തുക. ഇൻഷാ അല്ലാഹ് 10 മുതലുള്ള ആയത്തുകൾ വരുന്ന ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.